മണിപ്ലാന്റ് ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡാണ്. എല്ലാ ഓഫീസുകളിലും മണിപ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ മണിപ്ലാന്റ് വയ്ക്കുന്നതിന് സ്ഥാനമുണ്ട്. തെക്ക് കിഴക്ക് വശത്താണ് ശരിക്കും മണിപ്ലാന്റ് വയ്ക്കുന്നത്. ആ മണിപ്ലാന്റിൽ നമ്മൾ അധികം വെള്ളം വേണ്ട, അധികം ജലം വേണ്ടാത്ത സംഭവമാണ് മണിപ്ലാന്റ്. നമ്മുടെ വീടിൻ്റെ അകത്തും വയ്ക്കാം, പുറത്തും വയ്ക്കാം. അകത്ത് വെച്ചാലും നല്ലതാണ്. അപ്പോൾ വീടിൻ്റെ അകത്തായിട്ട് നമ്മൾ കയറി വരുന്ന മുറിയിൽ, അതായത് സ്വീകരണ മുറിയിൽ തെക്ക് കിഴക്ക് വശത്തായിട്ട് മണിപ്ലാന്റ് വെച്ചാൽ അത് വളരെയധികം ഐശ്വര്യമാണ്. അതിൻ്റെ അടുത്തൊരു ബുദ്ധനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. എല്ലാം പോസിറ്റീവായിരിക്കും. അവിടെ ഇരിക്കുന്ന സംസാരിക്കുന്നവർക്കും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ തോന്നും. പരസ്പരം കലഹം ഉണ്ടാവില്ല. ഒരു വശ്യതയുണ്ട് ഈ ചെടിക്ക്. ധനത്തിനോടും മനുഷ്യരോടും വശ്യതയുള്ള ചെടിയാണ് മണിപ്ലാന്റ്. അതുപോലെ ലക്കി ബാമ്പു, ഇതൊക്കെ നമ്മളിപ്പോൾ സാധാരണ എല്ലായിടത്തും കാണുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഐശ്വര്യമുള്ളൊരു സംഭവമാണ് ഈ തുളസി, മണിപ്ലാന്റ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ വീടിൻ്റെ കിഴക്ക് വശത്ത് കൂവളം നട്ടു പിടിപ്പിക്കുക. പക്ഷെ കൂവളത്തിന് പ്രശ്നമുണ്ട്. കൂവളം നട്ടിട്ട് പിടിക്കണം. കൂവളം കെട്ടേടം എന്ന് പറയും, ദോഷമാണത്. അപ്പോൾ കൂവളം നട്ടിപ്പിക്കാം. അതുപോലെ എലഞ്ഞി, ആര്യവേപ്പ്, ഇതൊക്കെ ഔഷധ ഗുണമുള്ള ചെടികളാണ്. പക്ഷേ ചെറിയ സ്ഥലമുള്ളവർക്ക് നടാൻ പറ്റില്ല. വീടിനോട് ചേർത്ത് നടാൻ പറ്റില്ല. കാരണം പൊക്കമുള്ള വൃക്ഷം വീടിന് എന്ത് തേക്കായാലും അത് വെട്ടിക്കളയുന്നവർ. കാരണം വീടിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് നീക്കി വടക്ക് കിഴക്ക് വശത്താണ് ഇതിൻ്റെയൊക്കെ സ്ഥാനമുള്ളത്.